സ്റ്റാർട്ടിങ് ഒന്നാമത്തെ കാര്യം അവളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയാണ് ആൾക്കാർ. എന്തിനാണ് ഏതിനാണെന്ന് അറിയത്തില്ല. ഇപ്പൊ രണ്ടാമത് വന്നിരിക്കുന്നത് കൊച്ചു അച്ഛനമ്മ ഇവരൊക്കെ എന്ത് എല്ലാവരും വീഡിയോയിൽ ഇല്ലല്ലോ. നമുക്ക് കാര്യം ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കമന്റ്സ് ഒക്കെ കാണുന്നത്. അതിനോടൊന്ന് പ്രതികരിക്കാൻ ഞങ്ങളൊന്ന് സെറ്റിലായി വരുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ തൊട്ട് ഞാൻ തുടങ്ങാം. അത് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാം. മൃദുലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത്. എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. വേറെ ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ, യൂട്യൂബിൽ കൂടെ ആയിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്തിട്ടാ, എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം. ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ, ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ്, ഇങ്ങനത്തെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആവശ്യമില്ലാതെ വെറുതെ വന്ന് നെഗറ്റീവ് പറയുന്നതിനും കുറച്ച് ആൾക്കാർ അതിന് വേണ്ടി ഇരിപ്പുണ്ട്. അതെ, അപ്പം ചിലരുടെ കാര്യമായിട്ട് പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല. ചിലർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി, തെറി വിളിക്കാൻ വേണ്ടിയും, പേഴ്സണലി മൃദുലയെ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ, ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എന്തൊക്കെയാ പറയുന്നത്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞൊന്നും, ആ കുഞ്ഞിന് ഒരു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എനിക്ക് അറിയത്തില്ല. ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കത്തുള്ളൂ, അവനവന് നോക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ പറയും എന്നാൽ പിന്നെ എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം നിങ്ങളുടെ ലൈഫ് അങ്ങ് തുറന്നു കാണിക്കുമല്ലേ, അപ്പം നിങ്ങൾ ഇതും കേൾക്കാനായിട്ട് ബാധ്യസ്ഥരാവണം എന്നുള്ള കുറെ റിയാക്ഷൻ വീഡിയോസ്, കുറെ കമന്റ്സ് അങ്ങനെ. അപ്പം അതിനുള്ള മറുപടിയിലോട്ടൊക്കെ ഞാൻ വരാം. ആദ്യം ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂയിലോട്ട് ഞാൻ ആദ്യം വരുവാണ്. നിനക്ക് ഗോവയിൽ പോകാൻ കാശുണ്ട്, നിനക്ക് കറങ്ങാൻ കാശുണ്ട്, നിനക്ക് കാർ വാങ്ങാൻ കാശുണ്ട്, നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മാളിൽ പോകാനും എല്ലാത്തിനും കാശുണ്ട്. നിന്റെ വൈഫ് ഡെലിവറി ആയപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ കയ്യിൽ പൈസ ഇല്ല. ഇത് റിയാക്ട് ചെയ്തിടുന്ന കുറെ വിവരമില്ലാത്ത ആൾക്കാരും, എനിക്ക് അവരോടാണ് പറയാനുള്ളത്. എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരിക്കൽ ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം. ഞാൻ അവിടെ ജനിച്ചതാണ്. പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്, പുനലൂരാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ അവിടെ മതിയും നേരത്തിനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ 3 ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പൊ പേഴ്സണലി അവിടെ അറിയാം, നല്ല ക്ലീനും ആണ് അവിടുത്തെ സ്റ്റാഫ്, എല്ലാവർക്കും നമുക്കറിയാം. ഒരു കുഴപ്പമില്ല, സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവർ അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത്. ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് എന്ന്. ഓൾറെഡി ഇവിടുന്നാണ് അങ്ങോട്ട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ SIT എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റലല്ല. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജ് ആണ്. അതെ, അതിന് സ്പെഷ്യലായിട്ടൊരു വിങ് തന്നെ ഉണ്ട്. അവര് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്നു കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട്. പിന്നെ വേറെ കുറെ ആൾക്കാർ അവിടെ തന്നെ ജനിച്ച് തന്നെ എത്രയോ, അവിടെ ഒരു ദിവസം എത്ര ഡെലിവറി നടക്കുമായിരിക്കും, എനിക്ക് എണ്ണമില്ല. അവര് കഴിഞ്ഞ മാസം 200 അതി പ്ലസ് അവർ പറഞ്ഞത്. നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക. അവരാണ് പെയിൻ അനുഭവിക്കേണ്ടത്, അവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. അപ്പം അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. അവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. അപ്പം അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. ചൂസ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനുള്ളത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ കംഫർട്ടാണ് നമ്മൾ നോക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം. പിന്നെയാണ് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ പറയാം, നീ ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ, എനിക്ക് അതാണ് ഇഷ്ടം. എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം മൃദുലയുടെ ഇഷ്ടമാണ്. മൃദുല പറഞ്ഞില്ല അവളുടെ ചേച്ചിയുടെ ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ആ ഹോസ്പിറ്റലിനോട് അത്രയും വിശ്വാസമുണ്ട്. അവളവിടെ കംഫർട്ടാണ്, ആ താലൂക്ക് ഹോസ്പിറ്റൽ അവൾ കംഫർട്ടാണ്. അപ്പം ഞാൻ പിന്നെ എന്തിനാണ് അവളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യത്തില്ല. ഇത് അറിയാവുന്നവർക്കറിയാം. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് ഒരിക്കലും റെഫർ ചെയ്യത്തില്ല.